നമസ്കാരം. യൂറോപ്പിലെ തെരുവുകൾ ക്രിസ്മസ് വിളക്കുകളാൽ അലങ്കരിക്കപ്പെടുമ്പോൾ ആ വർണ്ണപ്രഭയ്ക്ക് പിന്നിൽ വലിയൊരു ഇരുട്ട് പതിയിരുപ്പുണ്ട്. ആഘോഷലഹരിയിൽ മുങ്ങേണ്ട ക്രിസ്മസ് വിപണികൾ ഇന്ന് ഭീകരരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യൂറോപ്പിലെ, പ്രത്യേകിച്ച് ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണ് ഒരു ഭീകരഭൂമിയായി മാറുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിലായി ജർമ്മനിയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. ക്രിസ്മസ് വിപണികൾ രക്തക്കളമാക്കാൻ പദ്ധതിയിട്ട 5 പേരെയാണ് ജർമ്മൻ സുരക്ഷാ സേന കഴിഞ്ഞ ആഴ്ച പിടികൂടിയത്. ഇവരിൽ 3 മൊറോക്കൻ പൗരന്മാരും ഒരു ഈജിപ്ഷ്യനും ഒരു സിറിയൻ പൗരനും ഉൾപ്പെടുന്നു. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, അറസ്റ്റിലായവരിൽ ഒരാൾ ജർമ്മനിയിലെ തന്നെ ഒരു മുസ്ലിം പള്ളിയിലെ മതപണ്ഡിതനായിരുന്നു എന്നതാണ്. ഇയാൾ തൻ്റെ അനുയായികളോട് കഴിയുന്നത്ര ആളുകളെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2014 മുതൽ ഇതുവരെ ഫ്രാൻസിലും ജർമ്മനിയിലുമായി 7ഓളം ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണങ്ങളാണ് നടന്നത്. ഇവയെല്ലാം നടത്തിയത് മിഡിൽ ഈസ്റ്റേൺ പശ്ചാത്തലമുള്ളവരോ മുസ്ലിം നാമധാരികളോ ആണ്. കഴിഞ്ഞ ഡിസംബറിൽ മാക്ബർഗ് ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ ദുരന്തം യൂറോപ്പ് ഇനിയും മറന്നിട്ടില്ല. അന്ന് അമിത വേഗതയിൽ വന്ന ഒരു SUV കാർ ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റി 6 പേരെയാണ് കൊലപ്പെടുത്തിയത്. 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2016 ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിൽ മോഷ്ടിച്ച ട്രക്ക് ഉപയോഗിച്ച് നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ 12 പേർ കൊലപ്പെടുകയും 56 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഭീകരർ ക്രിസ്മസ് വിപണികളെ ഇങ്ങനെ ഉന്നം വയ്ക്കുന്നത്? ഇതിനു പിന്നിൽ കേവലം ആൾക്കൂട്ടത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല ഉള്ളതെന്ന് ഇസ്ലാം മതവിദഗ്ധനായ റോബർട്ട് സ്പെൻസർ ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ യേശുവിനെ ദൈവപുത്രനായി ആരാധിക്കുന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഷിർക്ക് അഥവാ ദൈവത്തിൻ്റെ പങ്കാളികളെ നിശ്ചയിക്കുക എന്ന കൊടും പാപമായാണ് ജിഹാദികൾ കാണുന്നത്. ക്രിസ്മസ് വിപണികൾ അവിശ്വാസത്തിൻ്റെ പ്രകടനമാണെന്നും അവിടെ ഒത്തുകൂടുന്നവരെ വധിക്കുന്നത് പുണ്യമാണെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. ഈ ഭീഷണി യൂറോപ്പിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ക്രിസ്മസ് വിപണികൾ ഇന്ന് കോട്ടകൾ പോലെയാണ്. വാഹനങ്ങൾ ഇടിച്ചു കയറുന്നത് തടയാൻ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, ചുറ്റും വൻ പോലീസ് സന്നാഹം, നിരീക്ഷണ ക്യാമറകൾ. ഈ ഭയം രാഷ്ട്രീയ തലത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരിൽ നിന്നുള്ള അക്രമ ഭീഷണി കാരണം ജർമ്മൻ ജനത പൊതുസ്ഥലങ്ങളെ ഭയപ്പെടുന്നുവെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അത് വംശീയ അധിക്ഷേപമായി ചിലർ വ്യാഖ്യാനിച്ചെങ്കിലും കണക്കുകൾ സത്യം പറയുന്നു. ജർമ്മനിയിലെ ഭൂരിഭാഗം സ്ത്രീകളും പകുതിയോളം പുരുഷന്മാരും ക്രിസ്മസ് വിപണികൾ പോലുള്ള പൊതു ഇടങ്ങളിൽ സുരക്ഷിതരല്ലെന്ന് കരുതുന്നുവെന്ന് സർവേകൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഞങ്ങളുടെ ക്രിസ്ത്യൻ പശ്ചാത്തലവും സംസ്കാരവുമാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നതെന്നാണ് ഹെസൻ സ്റ്റേറ്റ് പാർലമെന്റ് അംഗമായ ആൻഡ്രിയാസ് ലിച്ചേർട്ട് ഇതിനെ വിശേഷിപ്പിച്ചത്. സുരക്ഷയ്ക്കായി നികുതി പണം കോടികൾ ഒഴുക്കുമ്പോഴും ഭീഷണിയുടെ ഉറവിടമായ തീവ്രവാദ ചിന്താഗതികളെയും അനധികൃത കുടിയേറ്റത്തെയും തടയാൻ യൂറോപ്യൻ ഭരണകൂടങ്ങൾ എന്തു ചെയ്യുന്നുവെന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ ശക്തമായി ഉയരുകയാണ്. സുരക്ഷാ മതിലുകൾക്കപ്പുറം ഭീതിയില്ലാത്ത ഒരു ക്രിസ്മസ് യൂറോപ്പിന് ഇനി എന്ന് സാധ്യമാകും? ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി അത് പലപ്പോഴും അവശേഷിക്കുകയാണ്.